ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി സാഹിബ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ ചെയർമാൻ, നമ്മുടെ അയൽപക്കമായ കർണാടകത്തിൽ നിന്നുള്ള KM ഷെരീഫ് സാഹിബ്, and my young dynamic friend from Rajasthan, Muhammad Shafi സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ മുമ്പിലിരിക്കുന്ന മുഹമ്മദ് ഷഫി സാഹിബിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞാൽ കോഴിക്കോട്ട് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം എത്രമാത്രം വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാജസ്ഥാൻ വിധാൻസഭയിലേക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ഒരു പ്രമുഖ നഗരമായ കോട്ടയിൽ നിന്ന് മുഹമ്മദ് ഷഫി സാഹിബ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 13,000 വോട്ടുകൾ കിട്ടിയിരുന്നു. നേരത്തെ നിങ്ങളോട് സംസാരിച്ച കരമന അഷ്റഫ് മൗലവി സാഹിബ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 25 വർഷം മുമ്പ് തുടങ്ങിയിട്ട് രാജസ്ഥാൻ തൊട്ട് മണിപ്പൂർ വരെയും കേരളം തൊട്ട് ഉത്തർപ്രദേശ് വരെയും അതിൻ്റെ സന്ദേശമെത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചതിൻ്റെ പ്രത്യക്ഷമായൊരു തെളിവാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ ചെറുപ്പക്കാരനായ അതിഥി ഷഫി സാഹിബ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരോട് കണ്ണൂർ ജില്ലയിലെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും കടുത്ത വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല എന്നുകൂടി ഞാൻ പറയുകയാണ്. കാരണം രാജ്യം മുഴുവൻ അതീവ ഗുരുതരമായ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് പറയുന്നതിന് ധൈര്യം കാണിക്കുന്ന പ്രസ്ഥാനങ്ങളെ, ആ പ്രസ്ഥാനങ്ങളെപ്പറ്റി അതിൻ്റെ ശത്രുക്കൾ നല്ലത് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെപ്പറ്റി അവർ മോശമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾ മോശമാണ് എന്നല്ല, നിങ്ങൾ നല്ലവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരുടെ അധികൃതരും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു കൂട്ടിയ കാണിച്ച കടുത്ത വിവേചനത്തിൻ്റെ ഫലമായി ഇങ്ങനെയൊരു ജനമുന്നേറ്റ സമ്മേളനം നടത്തുമ്പോൾ, ഇങ്ങനെയൊരു മൈതാനി നിറയെ സഹോദരന്മാരും സഹോദരിമാരും വന്ന് സമ്മേളിക്കുമെന്ന് ആരും കരുതിയിട്ടില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകന്മാർക്ക് അക്കാര്യത്തിൽ ഉറപ്പായിരുന്നു. കാരണം അതാണ് പോപ്പുലർ ഫ്രണ്ട്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട്. ഇപ്പം കണ്ണൂർ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വലിയ അവസരങ്ങൾ
നേരത്തെ ഉണ്ടായിരുന്ന ഇടുങ്ങിയ പാതകൾക്ക് പകരം രാജപാതകൾ തന്നെ തുറന്നു വരികയാണ്. കാരണം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ കേരളത്തിലെ മഹത്തായ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി വളരെ ഭീകരന്മാരായ കൊലയാളികളെ മുഴുവൻ ചുവപ്പ് മാല അണിയിച്ച് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുവപ്പ് മാല അണിയിച്ച് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. 2-3 മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് മുസ്ലിങ്ങളുടെ ഒരു സമ്മേളനം, മിക്കവാറും ഹിന്ദു സഹോദരിമാർക്ക് പർദ്ദകൾ സംഭാവന ചെയ്തുകൊണ്ട് ധാരാളം മുസ്ലിം സ്ത്രീകളെയും പങ്കെടുപ്പിച്ച സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിൽ വെച്ച് ആ സമ്മേളനത്തിൻ്റെ ഭാഗ്യമുദ്രയായി അവതരിപ്പിച്ചിരുന്നത് കുതുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ഒരു പാവം തയ്യൽ തൊഴിലാളിയായിരുന്നു. ആളൊരു തയ്യൽ തൊഴിലാളിയാണെങ്കിലും പാവമാണെങ്കിലും അദ്ദേഹം വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു, ഞങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ് എന്ന്. മിക്കവാറും കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു കുതുബുദ്ദീൻ അൻസാരിയുടെ ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. പ്രത്യേകിച്ചും സമീപകാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ TP ചന്ദ്രശേഖരൻ വധത്തിൽ ഇന്ന് 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുമ്പോൾ ഏതാണ്ട് 2 ഡസനിലധികം CPM നേതാക്കന്മാർ തെളിവില്ലാത്തതിൻ്റെ കാരണത്താൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. എന്താ അതിൻ്റെ കാരണം? ക്രൈംബ്രാഞ്ചിലെ ഷൗക്കത്ത് അലിയെ പോലെയുള്ള മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേട് കൊണ്ടല്ല. പോലീസിലും ധാരാളം മിടുക്കന്മാരുണ്ട് എന്ന് ഞാൻ പറയട്ടെ. മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റാന്വേഷണത്തിൽ വന്ന തകരാറ് കൊണ്ടായിരുന്നില്ല. കേരളത്തിൽ ഇതുവരെ ആഭ്യന്തര വകുപ്പ് നയിച്ചുകൊണ്ടിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും CPM-ൻ്റെ നേതാക്കന്മാരും, ഞാൻ പേര് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് കിയാമന്നാൾ 1-ാം തീയതി വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപരോധം നടത്തുമെന്ന് പറഞ്ഞു കുടുങ്ങിപ്പോയ CPM നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായിട്ടാണ് 12 പേർക്ക് മാത്രം ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത്. ഒരേ തൂവലുള്ള പക്ഷികളെന്ന് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ സംഭവം. കോഴിക്കോട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിലോട് ചേർന്ന് കിടക്കുന്ന ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുമ്പയിരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് പത്രങ്ങളിൽ ഒരു പ്രമുഖ പാർട്ടി നേതാവിന് 5 കോടി രൂപ ഒരുവൻ കൈക്കൂലി കൊടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചക്കിട്ടപ്പാറയിൽ ഖനനം നടത്താൻ വന്നിരിക്കുന്ന കമ്പനി കർണാടകത്തിലെ ബെല്ലാരി തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് മെട്രിക് ടൺ ഇരുമ്പയിര് അന്യനാടുകളിലേക്ക് കയറ്റി അയക്കുകയും അതുവഴി 1 ടണ്ണിന് 5000 രൂപ വെച്ച് ലാഭമടിച്ചെടുക്കുകയും ചെയ്തിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ റെഡ്ഡി സഹോദരന്മാരുടെ കമ്പനിയായിരുന്നു കേരളത്തിൽ വന്നിട്ട് എപ്പോഴും വിപ്ലവം പറഞ്ഞുകൊണ്ടിരിക്കുകയും ഈ നാട്ടിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടിയും അടിസ്ഥാന ജനവർഗത്തിന് വേണ്ടിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുൻ വ്യവസായ മന്ത്രിയുമായിട്ട് രഹസ്യ കരാറുണ്ടാക്കിയത് എന്നതിൽ നിന്ന് ഒരേ വർഗത്തിലുള്ള ഒരേ താല്പര്യമുള്ള ഭരണവർഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്പരം സഹകരിക്കുകയും അത്തരം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെതിരായി വല്ലവനും ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദമുയർത്തുന്നവരെ തീവ്രവാദികളും മാവോവാദികളും ആത്യന്തികവാദികളും മതമൗലികവാദികളുമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും എന്നതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ കണ്ണൂർ ജില്ലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പീഡനങ്ങൾ ഒരു മൂലധനമാണ് എന്നാണ്. മൂവാറ്റുപുഴ സംഭവത്തിൻ്റെ കഥ ഇവിടെ പറഞ്ഞു. മൂവാറ്റുപുഴ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ട് ഇസ്ലാമിനെതിരെയും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും അന്തസ്സില്ലാത്ത ഭാഷയിൽ, മാന്യന്മാർക്ക് ചേരാത്ത ഭാഷയിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിൽ വമ്പിച്ച പ്രചാരണം നടക്കുമ്പോൾ ആ പ്രചാരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു അധ്യാപകൻ. അയാൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ വളരെ ബോധപൂർവം അദ്ദേഹത്തിൻ്റെ മലയാളം ചോദ്യപേപ്പറിൽ പ്രവാചകനെ ഈ സദസ്സിൽ വെച്ച്, ഈ വേദിയിൽ വെച്ച് എനിക്ക് പറയാൻ പാടില്ലാത്ത പദം ഉപയോഗിച്ചുകൊണ്ട് അഭിശംസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് അതിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലമായിരുന്നു. ഞാൻ ആ സംഭവത്തെ ഒരു തരത്തിലും ന്യായീകരിക്കുകയല്ല. പ്രത്യേകിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ അത് അങ്ങനെ തന്നെ എഴുതണം. കാരണം ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതരുതെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം അതായിരുന്നു. ആ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്, പുരോഗമനകാരികളെന്ന് കരുതുന്നവർ, ന്യൂനപക്ഷ വിഭാഗങ്ങളോട് സ്നേഹം കാണിക്കുന്നു എന്ന് കരുതുന്നവർ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി കൈ താഴ്ത്തിത്തരുന്നു എന്ന് അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ഡൽഹി ഭരിക്കുന്ന വലതുപക്ഷ കോൺഗ്രസ് ഒരു ദുർഭഗ നിമിഷത്തിൽ പാസാക്കിയെടുത്തിരിക്കുന്ന ജനവിരുദ്ധമായ നിയമം ഉപയോഗിച്ച് അതുമായി ബന്ധമില്ലാത്ത ചെറുപ്പക്കാരെ ജയിലിലടയ്ക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഞാൻ പറയുന്നത് പീഡനം നമുക്കൊരു മൂലധനമാകുന്നു എന്നാണ്. വന്നില്ലേ NIA, പല തരത്തിലുള്ള അത്ഭുതകരമായ ജീവികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുരക്ഷാ സേനയുടെ ഭാഗമായിട്ട് വരാറുണ്ട്. ആളുകൾക്ക് കാൽമുട്ട് വിറയ്ക്കുന്ന അർത്ഥത്തിലുള്ള ഒരു പുതിയ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലുള്ള ആളുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമവും ഭരണഘടനയും ഒന്നുമല്ല, വിശുദ്ധ ഖുർആനാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇതിന് വല്ല തെളിവുമുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. വേറെ ഒരു സ്ഥലത്തും ഇതുവരെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല. അങ്ങനെ തെളിവില്ലാതെ നിരപരാധികളായ മനുഷ്യരെ കാലാകാലം വർഷാവർഷം യാതൊരു പരിശോധനയും യാതൊരു നിരീക്ഷണവും കൂടാതെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടി UPA ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് UAPA നിയമം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ്. അല്ലെങ്കിൽ ഇതുവരെ ഉപയോഗിച്ചത് ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവം കർഷകർക്കെതിരെയും ഛത്തീസ്ഗഡും ജാർഖണ്ഡ്, മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിൽ വമ്പിച്ച അമേരിക്കൻ നിർമ്മിത എക്സ്കവേറ്ററുകളുമായിട്ട് വന്നിട്ട് ചെറിയ ചെറിയ കുടിലുകളും വയലേലകളും ഗോതമ്പ് പാടങ്ങളും ഒന്നിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുത്തകകളുടെ എക്സ്കവേറ്ററുകൾക്കെതിരെ കൈ ഉയർത്തി നിന്നുകൊണ്ട് പാടില്ല എന്ന് പറയുന്ന ദരിദ്രരായ ജനവിഭാഗങ്ങളെ മാത്രം അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് UAPA ഉപയോഗിച്ചത്. പിന്നെ രണ്ടാമത് കേരളത്തിൽ UAPA ഉപയോഗിച്ചത് നാറാത്ത് സംഭവത്തിൽ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ആളെ രൂപം ഉണ്ടാക്കിയത് വമ്പിച്ച ആയുധ പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മുടെ NIA ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളർച്ചയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായോ? ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പീഡനം ഒരു മൂലധനമാണ് എന്ന് കരുതുകയും അക്രമം നടത്തുന്നതിനെതിരെ നെഞ്ചുയർത്തിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഈ ലോകത്തിലുള്ള മോചനത്തിനും പരലോകത്തിലുള്ള മോചനത്തിനും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പൂർത്തിയാക്കേണ്ട ഒരു ജീവിത ദൗത്യമാണ് എന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിന് അത്തരത്തിലുള്ള പീഡനങ്ങൾ കൊണ്ട് ഒരു തരിമ്പ് പോലും മൂക്കുപോലും വേർക്കുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുന്ന അവസരത്തിൽ പല ആളുകളും ചോദിക്കുന്നു, മുസ്ലിം നേതാക്കന്മാർ വരെ ചോദിക്കുന്നു, നിങ്ങൾ ദക്ഷിണേന്ത്യയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, വളരെ നല്ലത് തന്നെ. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അക്ഷരാഭ്യാസമുള്ളവരും പരിഷ്കാരികളും വമ്പിച്ച ഇസ്ലാമിക ചൈതന്യവും ഇസ്ലാമിക ബോധവുമൊക്കെ ഉള്ള വിഭാഗമാണ്. നിങ്ങളവിടെ നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ വടക്കേ ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് അവർ തന്നെ ചോദിക്കുന്നത്. ചെറിയ ചെറിയ കോളനികൾ സൃഷ്ടിച്ചിട്ട് ആ കോളനികളുടെ നേതാക്കന്മാരായി ഡൽഹിയിൽ വരികയും ലക്നൌവിൽ വരികയും പാറ്റ്നയിൽ പോവുകയും ചെയ്തുകൊണ്ട് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ
പിച്ചപ്പാടെടുത്തുകൊണ്ട് കാത്തിരിക്കുന്ന മഹാപണ്ഡിതന്മാരെന്ന് കരുതപ്പെടുന്ന മഹാനേതാക്കന്മാരെന്ന് കരുതപ്പെടുന്ന ഉത്തരേന്ത്യൻ മുസ്ലിം നേതൃത്വത്തോട് പോപ്പുലർ ഫ്രണ്ട് രാംലീല മൈതാനത്ത്, ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ചേർന്ന ഒരു മഹായോഗത്തിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തി. അതുകൊണ്ട് ആ വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതുവരെ സുഖപ്രദമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആകെ കൂടി ചെയ്യേണ്ടത് ലക്നൌവിൽ നിന്നോ പാറ്റ്നയിൽ നിന്നോ ഡൽഹിയിൽ വരിക, അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കാണുക, അവരുടെ കാലെവിടെയെന്ന് ചോദിക്കുക, കാലിന് ബലാകുളിച്ച് അത് എണ്ണയിട്ടിട്ട് തഴുകിക്കൊടുക്കുക തുടങ്ങിയിട്ടുള്ള വിക്രിയകളിലൂടെ മാത്രം MP സ്ഥാനവും അവസാനം മരിക്കുന്നതിന് മുമ്പ് മന്ത്രിസ്ഥാനവും ഒക്കെ കരഗതമാക്കുക എന്നതിൽ കവിഞ്ഞ് അതിഭീകരമായ അതിദാരുണമായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഭയത്തോടുകൂടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി കമാ എന്നൊരു അക്ഷരം പോലും ഉച്ചരിക്കാത്ത ഉത്തരേന്ത്യൻ സാമൂഹ്യ നേതൃത്വത്തെ തട്ടിമാറ്റിക്കൊണ്ട് അവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് 13,000 വോട്ട് വാങ്ങിയിട്ട് കോട്ടയിൽ മത്സരിച്ചിട്ട് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വമ്പിച്ച വെല്ലുവിളി സൃഷ്ടിച്ചിട്ട് മുഹമ്മദ് ഷഫീ സാഹിബ് എന്ന് ഞാൻ പറയുന്നു. നമുക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇനിയും ശക്തി കൂടാനാണ് സാധ്യത എന്നുകൂടി ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് തേജസ്സിനെതിരെ വമ്പിച്ചൊരു നീക്കം നടക്കുകയുണ്ടായി. തേജസ് കൂട്ടാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള വലിയ ചോദ്യങ്ങൾ വന്നിരുന്നു. കൂട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നാട്ടിൽ അനീതി തുടരുന്നുണ്ട് എന്ന് തന്നെയാണെന്നാണ് ഞങ്ങൾ മറുപടി പറഞ്ഞത്. അതാണ് കൂട്ടാതിരിക്കാനുള്ള കാരണം. ഞങ്ങൾക്ക് വളരെ പ്രയാസപ്പെട്ട് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ പല ഭാഗത്തുമായിട്ട് സംഭാവന ഉപയോഗിച്ച് ഇങ്ങനെ പത്രം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അനീതി ഇവിടെ തുടരുന്നിടത്തോളം കാലം ഞങ്ങളതാണ് മറുപടി പറഞ്ഞത്. അനീതി തുടരുന്നിടത്തോളം കാലം തേജസ് കൂട്ടാതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം മതി. നമുക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് പല പ്രാവശ്യം ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ആ പ്രധാനപ്പെട്ട ആരോപണം അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്നറിയോ? ഒന്ന്, ഞങ്ങൾ അമേരിക്കക്കും ഇസ്രായേലിനും എതിരാണ്. അമേരിക്കക്കും ഇസ്രായേലിനും എതിര് നിൽക്കാതെ പിന്നെ എന്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. പിന്നെ എന്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം? രണ്ട്, ഈ നാട്ടിൽ നടക്കുന്ന വലിയ വികസന പദ്ധതികളെ നമ്മൾ വികലമായിട്ട് ചിത്രീകരിക്കുകയും അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ ആരോപണം അംഗീകരിച്ച് ഒരു ചെറിയ തിരുത്ത് നിരത്തി. മുസ്ലിം വിരുദ്ധം എന്നല്ല ഞങ്ങൾ പറയുന്നത്, അത് ജനവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. കാരണം 70% വരുന്ന മനുഷ്യർ, പഴയ കണക്കെന്നാണ് എന്നാലും പറയാണ്, 70% വരുന്ന മനുഷ്യർ 20 രൂപ മാത്രം പ്രതിദിന വരുമാനമുള്ള ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ, ലോകത്തിലെ ഏറ്റവും നിന്ദ്യരായ ജനവിഭാഗമായിട്ട് തുടരുന്ന ഒരു വികസന പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അത് ജനവിരുദ്ധമാണ് എന്ന് പറയുന്നതിന് പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല, ജനവിരുദ്ധമായ നടപടികൾ എടുക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ജന്മസിദ്ധമായ ബാധ്യതയാണ് എന്ന് കരുതുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താ നമ്മുടെ നാട്ടിൽ അവസ്ഥ എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആരോ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധി BPL കാർഡിന് വേണ്ടി ക്യൂ നിൽക്കുകയും എന്നാൽ ഗോഡ്സെ, അനിൽ അംബാനി, മുകേഷ് അംബാനി, അനിൽ അഗർവാള് ഡാൽമിയ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ കുത്തകകളുടെ സഹായത്തോടു കൂടി BMW കാറിൽ, എനിക്കറിയില്ല BMW ആണ് ഏറ്റവും വില കൂടിയ കാറെന്നെങ്കിലും പറയാണ്, BMW കാറിൽ വന്നിറങ്ങുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതാണ് പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം. അതിനാരെതിർത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, എതിർത്ത് നിൽക്കുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് എതിർത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നത്, ഞാൻ ചരിത്രത്തെ സാക്ഷിയായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന സഹോദരന്മാരെ സാക്ഷിയായിട്ട് പറയുകയാണ്, അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമാണ്. മറ്റൊരു പ്രസ്ഥാനവും അതിനില്ല, ഉണ്ടാവില്ല. ചക്കിട്ടപ്പാറയിൽ ഖനനം നടത്തുന്ന വകയിൽ ജനനം തുടങ്ങുന്നതിന് മുമ്പ് 5 കോടി രൂപ കൈക്കൂലി വാങ്ങുന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും വലിയ തമാശ ഈ ഭൂമിയിലുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടതുണ്ട്. അത്ര വലിയ തമാശയാണ്. പശ്ചിമ ബംഗാളിൽ 10-30 കൊല്ലം ഭരിച്ചപ്പോൾ 30 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 കോടിയോളം വരുന്ന മുസ്ലിം സമുദായം കൂടുതൽ പിന്നോക്കാവസ്ഥയിലേക്ക് നീങ്ങി.
ഒരു തരത്തിലും മുമ്പോട്ട് വരികയല്ല അവർ ചെയ്യുന്നത്. അവർ കൂടുതൽ നിഷ്ക്രിയരായി. ആരെങ്കിലും ബംഗാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, മൂർഷിദാബാദ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റും, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുകയും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി വൻതോതിൽ ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു ജനവിഭാഗമാണ് ബംഗാളി മുസ്ലിങ്ങൾ. അവർ ഒരു എണ്ണത്തിൽ ചെറിയ വിഭാഗമല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് തെരുവിലിറങ്ങിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുണ്ടായിരുന്ന അനേക ലക്ഷം ജനവിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളാണ്. അവരെ അടിമകളാക്കി മാറ്റി. അവരുടെ മനസ്സിൽ ഭയത്തിൻ്റെ കരാള രാത്രികൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്നാണെന്ന് പറയുന്നു. ഒരു ഉൾവിഡിയുടെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമല്ല അത്. ഭയത്തിൽ നിന്നുള്ള മോചനം. കേരളത്തിലെ മനുഷ്യർക്ക് വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സാന്നിധ്യമാണ്. ഭയത്തിൽ നിന്ന് മോചനം. ഈ കേരളത്തിലെ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് അവർക്കെതിരെ ഒരു തരത്തിലുള്ള അക്രമിക്കും കടന്നു കയറാനും ഒരു തെരുവീതികളും കൈയടക്കി വെക്കാനും സാധ്യമല്ല എന്ന് തെളിയിച്ചതാണ് പോപ്പുലർ ഫ്രണ്ട്. സാധ്യമല്ല എന്ന് തെളിയിച്ചു. ഈ സന്ദേശമാണ് സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസിലൂടെ, സാമൂഹ്യ നീതി സമ്മേളനത്തിലൂടെ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുകയും മനുഷ്യരുടെ മനസ്സിൽ നിന്ന്, ബംഗാളിയായിരുന്നാലും ബീഹാരിയായിരുന്നാലും, അവരുടെ മനസ്സിൽ നിന്ന് അവരാത്മഗൗരവം തിരിച്ചു പിടിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ഭയത്തിൻ്റെ അവസാനത്തെ കണിക പോലും നീക്കം ചെയ്യുക എന്ന ശ്രമസാധ്യമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദൗത്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ അംഗങ്ങളായിട്ടുള്ള സഹോദരന്മാർക്ക് മാത്രമല്ല, അതുമായിട്ട് സഹകരിക്കുന്ന ജനവിഭാഗങ്ങൾക്കുമൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സക്രിയമായ, ഏറ്റവും ഉപകാരപ്രദമായ നിമിഷങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും, മനുഷ്യരുടെ, സ്വന്തം സഹോദരന്മാരുടെ മനസ്സിൽ നിന്ന് ഭയത്തിൻ്റെ കണികകൾ എടുത്തു മാറ്റുക. പശ്ചിമ ബംഗാളിലെ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ഭയത്തിൻ്റെ കൂരിരുൾ എടുത്തു മാറ്റുക എന്ന ദൗത്യമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതിനെതിരെ പ്രചാരണങ്ങൾ പലതും നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ശത്രുക്കൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ തുടങ്ങിയാൽ നിങ്ങൾ മഹാരാജാവിൻ്റെ മുമ്പിൽ തൃക്കൺ പാർത്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തുടങ്ങിയാൽ അന്ന് തൊട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ പിഴച്ച വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നീതിക്ക് വേണ്ടി അവസാനത്തെ ശ്വാസം വരെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വിഭാഗമായി നിൽക്കുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ അനന്തകോടി മണിക്കൂറുകളുടെ അനുസ്യൂതമായ ഈ പ്രവാഹത്തിൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ആത്മാവിനെയും ശുഭ്രമാക്കുകയും ശോഭിതമാക്കുകയും ചെയ്യുന്ന സംഭവമായി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടനയിൽ അംഗമായിട്ട് ചേരുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നവർക്കുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് കണ്ണൂർക്കാർക്ക് പുതിയ വെല്ലുവിളികളും പുതിയ രാജപാതകളും തുറന്നു തന്നിരിക്കുന്നു. ആ വഴിയിലൂടെ ധൈര്യത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകൂ. കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രത്യയശാസ്ത്രം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂരിരുൾ നിറഞ്ഞതെന്ന് തോന്നുന്ന വഴികളിൽ നിങ്ങൾക്ക് ഒരു ജാജ്വല്യമാനമായ ബാസുര പ്രതീതി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള വാഗ്ദാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.